ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഒരു ഹോസ്റ്റലാണ്. ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രാൻവിയയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു ഹോസ്റ്റലാണ് കേട്ടോ. ഇവിടെ ഏത് സമയത്തും നമുക്ക് എൻട്രി ഉണ്ട്. അപ്പൊ ഒരു പാസ്വേഡ് തരും. ആ പാസ്വേഡ് നമ്മള് ഞെക്കിയിട്ട് നമുക്ക് ഡോറ് തുറക്കാവുന്നതാണ്. കീ ഒന്നുമില്ല. അപ്പൊ ഈ ഹോസ്റ്റലിന്റെ ചുറ്റുമാണ് ഇത്. നമുക്ക് ലോക്കർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഹോസ്റ്റൽ. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയാണ് ഹോസ്റ്റൽ എടുത്തത്. മാൻഡ്രിഡ് മൊത്തം ചുറ്റിക്കറങ്ങി ടയേർഡ് ആയതിന്റെ പേരിൽ രാവിലെ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റലിന്റെ ഫുൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ വെക്കേറ്റ് ചെയ്യാൻ സമയമായിട്ടോ. ഇവിടെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളെല്ലാം വെച്ചിട്ടുണ്ട്. 2 ഡൈനിങ് ഏരിയ ഉണ്ട്, ഒന്ന് ഹാളിലും ഒന്ന് ഇവിടെയായിട്ട്. ഭയങ്കര ആസ്തറ്റിക് ആയിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ. നമ്മൾ നടക്കുന്ന സ്പേസിലൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡോർ വീതം കാണാൻ പറ്റൂലേ, അതെല്ലാം ഓരോ മുറികളാണ് കേട്ടോ. അവിടെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഹാളിലേക്ക് വന്നു. ഇവിടെയാണ് നമുക്ക് രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ഓല കൊണ്ട് എന്തെല്ലാം വിചിത്ര രൂപങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കി. അത്യാവശ്യം ഹാളിൽ ഇരുന്നാൽ തന്നെ ഒരുവിധം സമയം പോകും. നല്ല ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ റൂം ഒന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഇവർ തന്നിരിക്കുന്ന പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഡോർ ഓപ്പൺ ആവും. എക്സ്ട്രാ കീകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ബെഡ് സ്പേസ് ആണിത്. ഹോസ്റ്റലാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 ഡോർമിറ്റോറിയം പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഞങ്ങളെ ഭയങ്കര അലമ്പായിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഹോസ്റ്റല് നല്ല അടിപൊളി ഹോസ്റ്റലാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 3 സ്റ്റാർ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് സാധാരണ ഹോസ്റ്റലൊക്കെ തേപ്പോട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അതില്ല. പിന്നെ നമുക്ക് ടൂത്ത് ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തരുന്നതാണ്. പക്ഷെ ഇവിടെ എന്തായാലും അതൊന്നും തന്നിട്ടില്ല. അതേശം നമുക്ക് ഒരു ദിവസമൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു ഹോസ്റ്റൽ. ഇവര് ഈടാക്കിയത് 35 യൂറോ ആണ് 2 പേർക്കും കൂടി. അപ്പൊ 35 യൂറോക്കുള്ളതൊന്നും ഇല്ല. അത്യാവശ്യം നമുക്ക് കിടക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഗ്രാൻവിയയിലെ മാൻഡ്രിഡിൽ ഒരു ഹോസ്റ്റൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലും അടിപൊളിയാണ് നമ്മുടെ ഗ്രാമത്തില്, അതായത് എല്ലാവരും പുച്ചിക്ക് തൊളയുന്ന ഹോസ്റ്റല്. അതൊന്ന് കാണേണ്ടതായിരുന്നു. അത് ഹോസ്റ്റൽ അല്ല, നല്ല അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്ര ഉള്ള ഗൈസ്. അപ്പൊ ഈ ഹോസ്റ്റൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യരുത്. നമുക്ക് 12 മണിയാകുമ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങി. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാളും കിച്ചണും കൂടി കൂടിയതാണ് കേട്ടോ. അവിടെ തന്നെ ഒരു ജനാലയുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗ്രാൻവിയയുടെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ വഴികളൊക്കെയാണ്, ആൾക്കാർ നടന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്രയും രാവിലെയൊക്കെ ആരും എണീക്കാനാ അല്ലേ? ഹാളിലിരുന്ന് വെറുതെ പുറത്തേക്ക് പുറം കാഴ്ചകൾ കാണാനായിട്ട് വായി നോക്കി നിന്നാൽ പോലും നമ്മുടെ സമയം പോകുന്ന അറിയില്ല. ലേറ്റ് നൈറ്റ് അക്കോമഡേഷൻ എടുക്കുന്നവർക്ക് ഈ ഹോസ്റ്റല് നല്ലൊരു ഓപ്ഷനാണ്. ഗൈസ്, ഹോസ്റ്റലിലെ വാസം കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങള് ലിഫ്റ്റിൽ കയറാണ്. അപ്പൊ ലിഫ്റ്റില് അയ്യോ, ഈ ലിഫ്റ്റിന്റെ കാര്യം പറയണ്ട. ഇതിന്റെ വാതില് ഒരു തരം ഭയങ്കരമായിട്ട് നമുക്ക് പേടി വന്ന രീതിയിലുള്ള വാതിലാണ്. പക്ഷെ ആരും പേടിക്കണ്ട. നമ്മൾ പൊട്ടി താഴത്തേക്ക് വീണ് ചാവത്തൊന്നുമില്ല. ചത്തു കഴിഞ്ഞാൽ 12 ലക്ഷം രൂപ, നോ 12 ലക്ഷം യൂറോ നമുക്ക് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടുകാർക്ക് ഉപകാരമുണ്ടാവുമല്ലോ. നമ്മള് ജീവിച്ചത് കൊണ്ട് വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രയുള്ള അടുത്തുള്ള കാണാം. ചിന്താണ്ടേക്കാം.